ഇറാനിയൻ നിയോ റിയലിസ്റ്റിക് സിനിമകളുടെ വക്താവാണ് ജാഫർ പനാഹി. അദ്ദേഹത്തിന്റെ സിനിമാ ശൈലി രൂപപ്പെടുത്തിയതിൽ ഇറാനിയൻ സിനിമയിലെ ഇതിഹാസമായ അബ്ബാസ് കിയാറോസ്തമിക്ക് വലിയ പങ്കുണ്ട്. കിയാറോസ്തമിയുടെ സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് പനാഹിയുടെ തുടക്കം. ഈ സ്കൂളിൽ നിന്നാണ് മിനിമലിസ്റ്റിക് ശൈലി, ലോങ് ടേക്കുകൾ, സൂക്ഷ്മമായ സാമൂഹ്യ വ്യാഖ്യാനം എന്നിവ പനാഹി സ്റ്റൈലാകുന്നത്. ഇറാനിലെ സാമൂഹ്യ വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് വ്യക്തി സ്വാതന്ത്ര്യം, ലിംഗസമത്വം, സാധാരണക്കാരുടെ പോരാട്ടങ്ങൾ എന്നിവയിൽ ഈ രണ്ട് സംവിധായകരും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. കിയാറോസ്തമി അതിനെ ദാർശനികമായാണ് സമീപിച്ചതെങ്കിൽ പനാഹി അധികവും സംസാരിച്ചത് രാഷ്ട്രീയമായിരുന്നു. പനാഹിയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാനദണ്ഡങ്ങളിലും ഭരണകൂടം ഒരുക്കുന്ന ദൃശ്യവും അദൃശ്യവുമായ നിയമങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരാണ്. എന്നിരുന്നാലും ഇവരുടെ മൗനം പോലും വാചാലമാണ്, ചോദ്യങ്ങളാണ്. പലരും ഇത്തരത്തിൽ സിനിമകൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പരീക്ഷണവും പ്രതിഷേധവും ചേർന്ന ഇവ പ്രസ് റിലീസുകളായി മാറുകയാണ് പതിവ്. പനാഹി അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ തന്റേതായ ശൈലിയുണ്ട്. ആ ശൈലിക്ക്, സിനിമയ്ക്ക് ഒച്ച നൽകിയത് ഇറാനിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. പുരുഷാധിപത്യവും സ്വേച്ഛാധിപത്യവും മതവും ഭരിക്കുന്ന ഇറാനിൽ ഏറ്റവും അധികം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളാണ്. അവരുടെ നടപ്പും ഇരിപ്പും നോട്ടവും നിയമാനുസൃതമായിരിക്കണം, അല്ലെങ്കിൽ കൊടിയ പിഴയൊടുക്കേണ്ടി വരും. ജാഫർ പനാഹിയുടെ സിനിമ സംസാരിച്ചതും അവരെ പറ്റിയാണ്. 2000 ഇറങ്ങിയ സർക്കിളും 2006 ഇറങ്ങിയ ഓഫ്സൈഡും ഇതിന് ഉദാഹരണമാണ്. ഈ രണ്ട് സിനിമകളും ഇറാനിൽ ബാൻ ചെയ്യപ്പെട്ടു. മുസ്ലിം സ്ത്രീകളെ തെറ്റായി ആവിഷ്കരിക്കുക വഴി അപമാനിച്ചു എന്നായിരുന്നു ആരോപണം. എങ്ങനെയാണ് പനാഹി അവരെ അപമാനിച്ചത്? അവരുടെ ജീവിതം അനാവൃതമാക്കി, അവരുടെ പ്രതിസന്ധികൾ വിഷയമാക്കി. പനാഹി ജനങ്ങളെ വഴിതെറ്റിക്കുമെന്ന് ഭരണകൂടം ഭയന്നു. ശരിയാണ്, വഴിതെറ്റിക്കും. തിരിച്ചറിവിനപ്പുറം ഒരു ജനതയെ സർക്കാരിൽ നിന്ന് വഴിതെറ്റിക്കാൻ മറ്റെന്ത് വേണം? ആ തിരിച്ചറിവാണ് പനാഹി സിനിമകൾ പ്രദാനം ചെയ്തത്.